ഹലോ. മക്കളെ, എല്ലാവർക്കും കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടോ? എല്ലാവർക്കും കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടോ? അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. ഏതിൻ്റെ? നമ്മുടെ മെക്കാനിക്കൽ പാർട്സ്, അതായത് നമ്മുടെ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് കേട്ടോ. തെർമോഡൈനാമിക്സ്. ഓക്കെയാണ്. തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഭാഗമാണ് മക്കളെ നമ്മൾ ഇന്ന് മുതൽ അങ്ങോട്ടേക്ക് തുടങ്ങാൻ പോകുന്നത്. നമ്മുടെ നിയമം എന്ന് പറയുന്ന ഭാഗം നമ്മൾ ഏറെക്കുറെ കവർ ചെയ്തു. അതിനകത്തൊരു കുറച്ച് ഭാഗങ്ങളൂടി ഉണ്ട് എന്നറിയാം. അത് നമ്മൾ വഴിയെ എടുക്കും. ഇപ്പോൾ നമുക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്ക് എത്തിപ്പെടേണ്ടതാകുന്ന ഒരു ഭാഗമാണ് ഏതെന്ന് പറയുന്നത്, തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണ് എന്ന് വിശ്വസിക്കുന്നു. എടാ, ഒരു 30 മിനിറ്റിനകത്ത് നമുക്ക് പഠിക്കാനുള്ളതാകുന്നത് എന്തൊക്കെയാണോ അതൊക്കെ നമുക്കൊന്ന് പഠിക്കാം. അത്രയും മതി. ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. എൻ്റെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് തെർമോഡൈനാമിക്സ് എന്നതാണ്. അറിയാവോ നിങ്ങൾക്ക് എന്താന്ന്? മക്കളെ കാണുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യാവോ? നിലവിലുള്ളവരൊക്കെ, അക്ഷയ്, മക്കളെ ഗൗതം, ഒന്ന് കമന്റ് ചെയ്യാവോടാ. എന്താണ് തെർമോഡൈനാമിക്സ് എന്നാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. വാട്ട് ഈസ് തെർമോഡൈനാമിക്സ് എന്നാണ് ചോദ്യം. എന്താണ് തെർമോഡൈനാമിക്സ് എന്ന് നിങ്ങൾക്ക് അറിയാവോ? പറഞ്ഞേ. എടാ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ് മക്കളെ? ഇത് ഒരു ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയാണ്. ഇവനെന്താ സാധനം? ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. ഓക്കെ ആണോ? ഇതാരാന്നാ പറഞ്ഞേ? ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. ഓക്കെ ആണോ? തീർന്നിട്ടില്ല. ദാറ്റ് ഡീൽസ് വിത്ത് എന്തൊക്കെയാണ് മക്കളെ? എന്താണ്? ദാറ്റ് ഡീൽസ് വിത്ത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എന്തൊക്കെയാകുന്നത്? ഹീറ്റ്, ഓക്കെ, വർക്ക്, ഓക്കെ, ടെമ്പറേച്ചർ, പിന്നെ വരുന്നത് ആൻഡ് എനർജി. എടാ, ഈ പറയുന്ന ആളുകൾക്കിടയിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പഠനം. ആരൊക്കെ? ഹീറ്റും വർക്കും ടെമ്പറേച്ചറും എനർജിയും. ഈ പറയുന്നതാകുന്ന ആളുകൾക്കിടയിലുള്ള ബന്ധമാണ് എവിടെ നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഭാഗത്ത് നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്? ഈ പറയുന്ന, എടാ മക്കളെ ഗൗതം ഒന്ന് കമന്റ് ചെയ്യാവോടാ. അക്ഷയ് കൃഷ്ണ, മക്കളെ ഒന്ന് കമന്റ് ചെയ്യാവോ? മനസ്സിലാവുന്നുണ്ടോ? ഇല്ല, നമ്മൾ ഇവിടെ ഇരുന്ന് തന്നെ പഠിക്കണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നിങ്ങൾ എത്രത്തോളം എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? ഞാൻ വേണമെങ്കിൽ എനിക്കൊരു PPT തന്ന് നിങ്ങളെ ഈ ഒരു ഭാഗം പഠിപ്പിക്കാം. ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ വളരെ കാര്യമാകുന്ന രീതിയിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് എന്നോടൊപ്പം തന്നെ നിങ്ങളിത് പഠിക്കട്ടെ എന്ന രീതിയിൽ ഞാൻ ഓരോ കാര്യങ്ങളും എഴുതിയാണ് നിങ്ങളെ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പോൾ നമ്മുടെ പരിപാടികൾ നമ്മൾ ആരംഭിക്കുന്നു. എടാ, ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല, വളരെ ചെറുതാകുന്ന കാര്യങ്ങൾ മാത്രമാണ് മക്കളെ. അപ്പോൾ നമുക്കറിയാവുന്നതായ സാധനങ്ങൾ എന്നുള്ള വണ്ണം ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. എടാ, ഒന്നാമത്തെ കാര്യം, എനിക്ക് നല്ല തലവേദനയുണ്ട്. എനിക്ക് ഒട്ടും വയ്യാതിരിക്കുന്ന ഒരു സമയമാണ്. എന്നിരുന്നാൽ പോലും നമുക്ക് പഠിക്കാനുള്ളത് എന്താണോ അത് പരമാവധി ആകുന്നോണം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് കൂടെ നിൽക്കണം കേട്ടോ. എത്ര വരെ വേണമെങ്കിലും നമുക്ക് കാര്യങ്ങളെ പറഞ്ഞു കൊണ്ടുപോകാൻ പറ്റും. ഒരു 30 മിനിറ്റിനകത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാനുള്ളത് എന്തൊക്കെ അതൊക്കെ പഠിക്കാം കേട്ടോ. ഇവിടെ ഇരുന്ന് തന്നെ പഠിക്കണം. രണ്ടാമതുള്ള ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ആണെന്ന് പറയാം. ആക്ച്വലി ഫിസിക്സ് കെമിസ്ട്രി എന്ന് പറയണമെന്നില്ല, സിംപ്ലി ഫിസിക്സ് എന്ന് പറഞ്ഞാലും ഓക്കെയാണ്. ഇവിടെ ആരൊക്കെ കുറിച്ചുള്ള പഠനമാണ്? എടാ, ഇവിടെ ഹീറ്റ്, വർക്ക്, ടെമ്പറേച്ചർ, എനർജി എന്നിങ്ങനെയാകുന്ന ആളുകളെ കുറിച്ചുള്ള പഠനമാണ്. ഓക്കെ ആണോ? ഇവിടെ ഇവിടെ ഹീറ്റ്, വർക്ക്, ടെമ്പറേച്ചർ, എനർജി എന്നിങ്ങനെയാകുന്ന ആളുകളെ കുറിച്ചുള്ള പഠനം എന്നതുപോലെ ഇവർക്കിടയിലുള്ള ബന്ധങ്ങളെ കുറിച്ചുള്ള പഠനവും എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? ഇവിടെ നടത്തുന്നുണ്ട്. ഓക്കെ ആണോ? ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഹീറ്റ് എന്താണ്? എടാ, ഹീറ്റ് എന്താണ്? വർക്ക് എന്താണ്? ടെമ്പറേച്ചർ എന്താണ്? എനർജി എന്താണ്? ഇവർക്കിടയിലുള്ള ബന്ധം എന്താണ്? ഇതിനെക്കുറിച്ചുള്ള പഠനമാണ് എവിടെ നടക്കുന്നത്? തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് നടക്കുന്നത്. ഡൗട്ട് ഉണ്ടോ? തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നതാകെ ഭാഗത്ത് ഇവിടെ ഇതാണ് നടക്കുന്നത്. ഓക്കെ അല്ലേ?
ഇനി തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന വിഷയത്തെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? രണ്ടായിട്ട്. അതിൽ ഒന്നാമത്തതാണ് മാക്രോസ്കോപ്പിക്. മാക്രോസ്കോപ്പിക് ആകുന്ന എന്താണ്? മാക്രോസ്കോപ്പിക് ആകുന്ന തെർമോഡൈനാമിക്സ് എന്ന് പറയാം. രണ്ടാമത്തത് മൈക്രോസ്കോപ്പിക് എന്ന് പറയും. എന്തെന്ന് പറയാം? മൈക്രോസ്കോപ്പിക് എന്ന രീതിയിലും പറയാം. മൈക്രോസ്കോപ്പിക്. ഇനി മാക്രോസ്കോപ്പിക് എന്ന് പറയുന്ന ആൾക്ക് വേറൊരു പേരുണ്ട്. എന്താണ് അവന്റെ വേറൊരു പേര് എന്ന് നോക്കിയാൽ ക്ലാസിക്കൽ തെർമോഡൈനാമിക്സ് എന്നാണ് ആ പേര്. എന്താണ് അതിന്റെ പേര്? ക്ലാസിക്കൽ തെർമോഡൈനാമിക്സ് എന്നാണ് അതിന്റെ പേര്. ഓക്കെ ആണോ? ഇവിടെ മാക്രോസ്കോപ്പിക്കിന്റെ വേറൊരു പേര് ക്ലാസിക്കൽ തെർമോഡൈനാമിക്സ്. ഇനി മാക്രോ കഴിഞ്ഞാൽ മൈക്രോസ്കോപ്പിക് ആണെങ്കിൽ അതിനെ സ്റ്റാറ്റിക്കൽ, എന്താ പറഞ്ഞേ? സ്റ്റാറ്റിസ്റ്റിക്കൽ. ഓക്കെ ആണോ? സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് എന്ന് പറയും. എന്താന്ന് പറയടാ? സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് എന്ന് പറയും. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ തെർമോഡൈനാമിക്സിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാന്നാടാ പറഞ്ഞേ? കമന്റുകൾ വരട്ടെ. തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ആളിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യാമെന്നാ പറഞ്ഞേ? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. എന്തൊക്കെ? ഒന്ന് മാക്രോസ്കോപ്പിക് തെർമോഡൈനാമിക്സ്, രണ്ട് മൈക്രോസ്കോപ്പിക് തെർമോഡൈനാമിക്സ്. മാക്രോസ്കോപ്പിക്കിനെ നമ്മൾ വേറൊരു പേരിട്ട് വിളിക്കും. എന്താണ്? എടാ, ക്ലാസിക്കൽ തെർമോഡൈനാമിക്സ്. മൈക്രോസ്കോപ്പിക്കിനെ നമ്മൾ വേറൊരു പേരിട്ട് വിളിക്കും. എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? മനസ്സിലാകുന്ന പോലെ നിങ്ങളുടെ കമന്റുകളും വരണം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ പറയാം. ഇവിടെ നമുക്കൊരു ബേസിക് ആകുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് പഠിക്കാം. എന്താ മക്കളെ ഈ മാക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാല്? എടാ, അവിടെ എപ്പോഴും നമ്മള് ഒരു ഒരു എന്താ പറയാ, അനലൈസ് ഇൻ ബൾക്ക്. നമ്മൾ ഓരോ കാര്യങ്ങളെയും എങ്ങനെയാടാ മനസ്സിലാക്കുന്നത്? അനലൈസ് ഇൻ ബൾക്ക്, മൊത്തമാകുന്ന വണ്ണം. അതായത് ഇൻഡിവിജ്വൽ ആകുന്ന ആറ്റങ്ങൾക്കോ മോളിക്യൂളുകൾക്കോ പരിഗണന കൊടുക്കാതെ ഒരു സിസ്റ്റത്തിനകത്തുള്ള മൊത്തമാകുന്ന ആളുകളെ എന്നവണ്ണം പരിഗണിക്കുമ്പോൾ കിട്ടുന്നതായ കുറച്ച് ഒബ്സർവബിൾ വാല്യൂസുകളുണ്ട്. അതിന് പരിഗണന കൊടുക്കുന്നതാകുന്ന പാർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? മാക്രോസ്കോപ്പിക് എന്ന് വിളിക്കുക. പിടികിട്ടിയോ? പിടികിട്ടിയോ? ഒന്നുകൂടെ നമ്മൾ പറഞ്ഞു, രണ്ട് തരത്തിലാണ് ഇവിടെ അപ്രോച്ചുകൾ വരുന്നത്. ഈ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഭാഗത്തിലേക്ക് വരുമ്പോൾ രണ്ടാകുന്ന രീതിയിലാണ് അപ്രോച്ച് വരുന്നത്. അതിൽ മാക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ ആരാന്നാ പറഞ്ഞേ? ഒന്ന് അനലൈസ് ഇൻ ബൾക്ക്. എന്താ പറഞ്ഞേ? അനലൈസ് ഇൻ ബൾക്ക്. അതായത് ഒരു വലുതാകുന്ന ഒരു രീതിയിൽ, അതായത് ഒരു വലിയ ഭാഗത്തിന്, ഇപ്പൊ ഞാൻ പറയാം, ഒരു പാത്രത്തിനകത്ത് 1 കിലോ ആകുന്ന പഞ്ചസാര ഉണ്ടെന്ന് വിചാരിക്കാം. ആ 1 കിലോ പഞ്ചസാര മൊത്തമാകുന്ന വണ്ണം ഒബ്സർവ് ചെയ്യുമ്പോൾ എന്താകുന്ന പ്രോപ്പർട്ടീസ്, എന്താകുന്ന മാറ്റങ്ങൾ, അങ്ങനെയുള്ളതാകുന്ന പ്രോപ്പർട്ടികളിലൂടെയുള്ള അനാലിസിസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഈ പറയുന്ന മാക്രോസ്കോപ്പിക് ആകുന്ന തെർമോഡൈനാമിക്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ക്ലാസിക്കൽ തെർമോഡൈനാമിക്സ് എന്ന് വിളിക്കുക. ഓക്കെ ആണോ? ഇവിടെ പരിഗണിക്കുന്ന പ്രോപ്പർട്ടീസുകൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെ വരും? ടെമ്പറേച്ചർ വരും മക്കളെ, അതുപോലെ തന്നെ പ്രഷർ വരും മക്കളെ, അതുപോലെ വോളിയം എന്നതാകുന്ന സാധനവും വരും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് വോളിയം പോലെയുള്ള ആളുകൾ. ഓക്കെ ആണോ? ഇവിടെ നമുക്ക് എന്ത് വേണ്ട? ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടീസ് ആർ നോട്ട് എന്താണ് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. എന്താ പറഞ്ഞേ? ഇപ്പൊ ഞാൻ പറയാം, ഒരു 10 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിന്റെ പ്രത്യേകതയാണ് ഞാൻ നോക്കുന്നതെങ്കിൽ അത് മൈക്രോസ്കോപ്പിക് അല്ല, മാക്രോസ്കോപ്പിക്. അതിന്റെ പ്രോപ്പർട്ടിയാണ് നോക്കുന്നതെങ്കിൽ അതിനെ ക്ലാസിക്കൽ തെർമോഡൈനാമിക്സ് എന്ന് വിളിക്കാം. അതായത് 10 പേരിലെ ഓരോ ആളുടെയും പ്രത്യേകത എന്തെന്ന് ചോദിക്കരുത്. അങ്ങനെയുള്ള ഒരു അനാലിസിസ് അല്ല അവിടെ നടത്തുന്നത്. ആ 10 പേരടങ്ങുന്ന ഒരു ടീമിന്റെ പ്രോപ്പർട്ടി എന്താണ്? ആ 10 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിന്റെ പ്രോപ്പർട്ടി എന്താണ്? അങ്ങനെയാണെങ്കിലാണ് നമ്മൾ പറയുന്ന അനലൈസ് ഇൻ ബൾക്ക് എന്ന് പറയും. അവിടെ പരിഗണിക്കാൻ എന്ന വണ്ണം എടുക്കുന്നതായ കാര്യങ്ങൾ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആകാം, പ്രഷർ ആകാം, വോളിയം ആകാം. ഓക്കെ ആണോ? അവിടെ ഇൻഡിവിജ്വൽ മൈക്രോസ്കോപ്പിക് ബിഹേവിയർ ഓഫ് എ പാർട്ടിക്കിൾ ഈസ് നോട്ട് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. മൈക്രോസ്കോപ്പിക് ആകുന്ന പാർട്ടിക്കിൾസിന്റെ എന്താണ് പ്രോപ്പർട്ടീസുകളെ അവിടെ പരിഗണിക്കുന്നില്ല. മറിച്ച് മാക്രോസ്കോപ്പിക് ആകുന്ന ക്വാണ്ടിറ്റീസുകളെ മാത്രമാണ് പരിഗണിക്കുന്നത്. അങ്ങനെയുള്ള മാക്രോസ്കോപ്പിക് ക്വാണ്ടിറ്റീസുകൾ ആരൊക്കെയാ? ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം. ആരൊക്കെയാടാ? ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം. ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം. ഓക്കെ ആണോ? മനസ്സിലാവോ?
ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് വോളിയം. ഇനി അടുത്തതാകുന്ന നമ്മൾ പഠിക്കാൻ പോകുന്ന ആളുടെ പേരാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റാറ്റിസ്റ്റിക്കൽ. എന്താന്നാ പറഞ്ഞേ? സ്റ്റാറ്റിസ്റ്റിക്കൽ എന്ന് പറയുന്ന എന്ത്? തെർമോഡൈനാമിക്സ്. ഇവിടെ നമ്മൾ എന്താണ് മൈക്രോസ്കോപ്പിക് ആകുന്ന കാര്യങ്ങളെ പരിഗണിക്കും. ഓക്കെ ആണോ? ഇവിടെ രണ്ടാമത്തെ ഒരു ബ്രാഞ്ച് ആണ് ഞാൻ പറഞ്ഞത്, മൈക്രോസ്കോപ്പിക്. എന്താന്നാ പറഞ്ഞേ? മൈക്രോസ്കോപ്പിക് എന്ത്? തെർമോഡൈനാമിക്സ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയും സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് എന്ന് പറയും. ഓക്കെ അല്ലേ? മൈക്രോസ്കോപ്പിക് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ്. ഇവിടെ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടീസ് ആർ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. എന്താണടാ? ഇവിടെ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടീസ് ആർ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ പറയാം. ഓക്കെ ആണെങ്കിൽ പറയാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് ലെവലിലാകുന്ന കാര്യങ്ങളെ മാത്രമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? അവർ പരിഗണിക്കുന്നത്. അവിടെ എന്തൊക്കെയാകുന്ന ആളുകൾ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് പറയാവുന്നതായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ ലെവലിലേക്ക് വരുമ്പോൾ നമുക്കവിടെ ആരെയൊക്കെ പറയാൻ പറ്റൂടാ? എൻട്രോപ്പി എന്ന് പറയുന്ന അങ്ങനെയുള്ള ആളുകളൊക്കെ അല്ലേ എൻട്രോപ്പി. എൻട്രോപ്പി ആക്ച്വലി മാക്രോസ്കോപ്പിക് ആണ്. അവിടെ മോളിക്കുലാർ ബേസിക് എന്ന് പറയുമ്പോൾ അവിടെ എനർജി കൺസർവേഷൻസുകളൊക്കെയാണ് വരുന്നത്. വൈബ്രേഷണൽ എനർജി, അതുപോലെ റൊട്ടേഷണൽ എനർജി, അതുപോലെ ഇതെല്ലാം മോളിക്കുലാർ ലെവലിലാണ് കേട്ടോ. ഇലക്ട്രോണിക് ആൻഡ് ന്യൂക്ലിയർ എനർജി, ഇലക്ട്രോണിക് ആൻഡ് ന്യൂക്ലിയർ എനർജി, ഇങ്ങനെയുള്ളതാകുന്ന ട്രാൻസ്ലേഷണൽ എനർജി, ഇങ്ങനെയുള്ളതാകുന്ന ആളുകളെ മക്കളെ അവിടെ പരിഗണിക്കുന്നത് കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ ആണോ? എടാ അവിടെ എന്താ പരിഗണിക്കുന്നത്? മൈക്രോസ്കോപ്പിക് ലെവലിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ പരിഗണിക്കുന്നതായ ആളെന്ന് പറയുമ്പോഴത്തേക്ക് എന്തേ ആകാൻ പാടുള്ളൂ? മൈക്രോസ്കോപ്പിക് ആകുന്ന ആള് എന്ന് പറയുമ്പോൾ അത് എന്തേ ആകാൻ പാടുള്ളൂ? നമ്മൾ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. മൈക്രോസ്കോപ്പിക് ആകുമ്പോൾ അവിടെ എന്തേ ആകാൻ പാടുള്ളൂ? ഒരു കാരണവശാലും എന്താകാൻ പാടില്ല? എന്താകാൻ പാടില്ല? മൈക്രോസ്കോപ്പിക് ആണ് എങ്കിൽ അവിടെ ഒരു ബൾക്ക് ഫാക്ടർ ആകാൻ പാടില്ല കേട്ടോ. അവിടെ എന്ത് മാത്രമേ ആകാൻ പാടുള്ളൂ? മൈക്രോസ്കോപ്പിക് ആകുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ മോളിക്യുലാർ ലെവലിലുള്ളതാകുന്ന കാര്യങ്ങളെ മാത്രമാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്? പരിഗണിക്കേണ്ടത് കേട്ടോ. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ആണെങ്കിൽ പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഇതിനിടയിലേക്കൊക്കെ കുത്തിക്കയറ്റേണ്ടതാ. പക്ഷെ ഞാൻ ഈ പറയുന്നത് പോലെ ഒരുപാട് കാര്യങ്ങളൊന്നും കുത്തിക്കയറ്റാൻ നിൽക്കണ്ട ഇവിടേക്ക്. നമുക്ക് എന്താണോ അത് പഠിക്കാനുള്ളത് അതിനെ മാത്രം നമ്മളവിടെ കൂട്ടിച്ചേർത്താൽ മതി കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ എല്ലാം ഈ എനർജി കോൺസെപ്റ്റുകളൊക്കെയാണ് സാധാരണ ഈ മൈക്രോസ്കോപ്പിക് ലെവലിനകത്തേക്ക് കൂടുതലാകുന്ന വണ്ണം വരുന്നത് കേട്ടോ. അവിടെ ഈ എൻട്രോപ്പി എന്നൊക്കെ പറയുന്ന ആളുകളെയൊക്കെ നമുക്ക് പഠിക്കേണ്ടതാ. ഓക്കെ. ഓക്കെ ആണോ? എന്താ അവസ്ഥ? ഒത്തിരി വലിയ രീതിയിൽ നിങ്ങൾ എന്താണ് ഓരോന്ന് എന്നുള്ള വണ്ണം പറഞ്ഞ് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിപ്പം ഈ പ്രഷർ എന്ന് പറയുന്ന സാധനമാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ എനർജി കോൺസെപ്റ്റുകളാകുന്നതിൽ വരുന്ന ഈ പറയുന്ന വൈബ്രേഷണൽ എനർജി, റൊട്ടേഷണൽ എനർജി, ഇലക്ട്രോണിക് ആൻഡ് ന്യൂക്ലിയർ എനർജി, അതുപോലെ ട്രാൻസ്ലേഷണൽ എനർജി, ഇവന്മാരെ പോലെ തന്നെ മോളിക്യുലാർ ലെവലിലുള്ള പ്രഷറിന്റെ കോൺസെപ്റ്റുകൾ നമുക്കവിടെ വരാറുണ്ട്. ടെമ്പറേച്ചർ കോൺസെപ്റ്റ് നമുക്കവിടെ വരാറുണ്ട്. അതുപോലെ എൻട്രോപ്പി കോൺസെപ്റ്റ് വരാറുണ്ട്. എൻട്രോപ്പി എന്ന് പറയുന്നത് ഒരു ബൾക്ക് ഫാക്ടർ ആയിട്ടും മൈക്രോസ്കോപ്പിക് ലെവലിൽ നിന്നുകൊണ്ടും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോക്കാനൊക്കെ പറ്റും കേട്ടോ. അത് രണ്ടുമാണ്. എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ മാക്രോ ക്വാണ്ടിറ്റിയുമാണ്, മൈക്രോ ക്വാണ്ടിറ്റിയുമാണ് കേട്ടോ. രണ്ടുമാണ്. അതിനകത്ത് ഡൗട്ടുകളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ ഒരിക്കൽ കൂടെ പറയാം. എടാ ഈ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. വെയർ അവിടെ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? റിലേഷൻഷിപ്പ് എന്നതാണ് മനസ്സിലാക്കുന്നത്. ആരൊക്കെ? എടാ ഹീറ്റും വർക്കും ടെമ്പറേച്ചറും എനർജിയും ഒക്കെ ആയിട്ടുള്ള റിലേഷൻ, ബന്ധം. ആ ബന്ധങ്ങളെ കുറിച്ചാണ് നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നത്?
ഈ പറയുന്ന തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന വിഷയത്തിനകത്ത്. പിന്നെ നമ്മൾ പറഞ്ഞു ഈ പറയുന്ന തെർമോഡൈനാമിക്സ് എന്ന വിഷയത്തെ നമുക്ക് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിലൊരാള് മാക്രോസ്കോപ്പിക് എന്താണ് മാക്രോസ്കോപ്പിക് തെർമോഡൈനാമിക്സ് അല്ലെങ്കിൽ അതിനെ നമ്മൾ ക്ലാസിക്കൽ തെർമോഡൈനാമിക്സ് എന്ന് വിളിക്കും. അവിടെ ബൾക്ക് ആകുന്ന രീതിയിൽ ഇൻഡിവിജ്വൽ മോളിക്യൂൾസുകൾ എന്ന രീതിയിലല്ല, ഒരു ഗ്രൂപ്പ് ആക്കിയോ അല്ലെങ്കിൽ ഒരു ബൾക്ക് ആക്കിയോ ആയിരിക്കും അവിടെ എന്ത് ചെയ്യുന്ന അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത്. അവിടെ ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം പോലെയുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പരിഗണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൈക്രോസ്കോപ്പിക് ലെവൽ വരുമ്പോഴും അവിടെ ഈ പറയുന്ന പ്രഷറിനെയും ഈ പറയുന്ന ടെമ്പറേച്ചറിനെ ഒക്കെ പരിഗണിക്കുന്നുണ്ടാവാം. പക്ഷെ അതെല്ലാം മൈക്രോസ്കോപ്പിക് ലെവലിൽ നിന്നുള്ള പരിഗണന മാത്രമാണ്. അല്ലെങ്കിൽ ഈ പറയുന്നതായ ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ മോളിക്യുലാർ ലെവലിൽ നോക്കുമ്പോൾ, മൈക്രോസ്കോപ്പിക് ലെവലിൽ നോക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത് അതിനെ മാത്രമാണ് നമ്മൾ എവിടെ പരിഗണിക്കുന്നത്? ഈ പറയുന്ന മൈക്രോസ്കോപ്പിക് സ്റ്റഡിക്കകത്ത്. അങ്ങനെ വരുമ്പോൾ അവിടെ വൈബ്രേഷണൽ എനർജി, റൊട്ടേഷണൽ എനർജി, ഇലക്ട്രോണിക് ആൻഡ് ന്യൂക്ലിയർ എനർജി, ട്രാൻസ്ലേഷണൽ എനർജി പോലെയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? ഈ പറയുന്ന സമയത്ത് പരിഗണിക്കേണ്ടതായിട്ട് വരും. ഇത്രയും കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ടോ? ഞാൻ ഈ പറയുന്നത് പോലെ പഠിക്കും. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? മക്കളെ, ഒരു അരമണിക്കൂറിനുള്ള പണിയേ ഉള്ളൂ. ഇവിടെ ഇരുന്നങ്ങ് പഠിച്ചിട്ട് പോവുക, വേറൊന്നുമില്ല. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി ഇങ്ങ് ഡെപ്തിൽ കയറി വരുമ്പോഴത്തേക്കും നമുക്ക് പഠിക്കാനുള്ള അടുത്ത സാധനമാണ് എന്താണെന്ന് നോക്കേ, തെർമോഡൈനാമിക് സിസ്റ്റംസ്. തെർമോഡൈനാമിക് സിസ്റ്റം, ഇതാണ് ചോദ്യം. എന്താണ് സാധനം? തെർമോഡൈനാമിക് സിസ്റ്റം. ഓക്കെ ആണോ? എന്താണ് ഒരു തെർമോഡൈനാമിക് സിസ്റ്റം എന്നാണ് ദാണ്ട് ഒരു ചോദ്യമായിട്ട് തരുവാണെന്ന് വിചാരിക്കും. ഇതൊക്കെ ചോദിക്കാൻ കൊള്ളാവുന്നതാ കേട്ടോ. എന്താണ് ഒരു തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് ചോദ്യം വന്നാൽ എന്താ പറയുക? എടാ, ഞാൻ പറയുക, ഇത് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഇത് ഞാൻ കൺസിഡർ ചെയ്ത ഒരു സിസ്റ്റമാണെന്ന് വിചാരിക്കുക. ഏതാ? ദാ ഈ വരച്ചിരിക്കുന്ന സാധനം. ഇത് ഞാൻ കൺസിഡർ ചെയ്ത ഒരു സിസ്റ്റമാണ് എന്ന് വിചാരിക്കുക. എന്താ മക്കളെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ഇനി ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പറയാണ്, ഒരു ക്വാണ്ടിറ്റി ഞാൻ എന്ത് ചെയ്തു? ഒരു ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ. എന്താ ഞാൻ പറഞ്ഞത്? ഒരു ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ഞാൻ പരിഗണിച്ചു. എടാ, ഞാൻ ഒരു ക്വാണ്ടിറ്റി ഓഫ് മാറ്ററിനെ എന്ത് ചെയ്തു? പരിഗണിച്ചു. ഓർ റീജിയൺ ഓഫ് സ്പേസിനെ പരിഗണിച്ചു. ഞാൻ എന്താ ചെയ്തേ? ക്വാണ്ടിറ്റി ഓഫ് മാറ്ററിനെ പരിഗണിച്ചു, അല്ലെങ്കിൽ ഒരു റീജിയൺ ഓഫ് സ്പേസിനെ പരിഗണിച്ചു. അതായത് ഞാൻ നടത്താൻ പോകുന്നതായ ഒരു ഒബ്സർവേഷന്റെ ഭാഗമായി, അല്ലെങ്കിൽ ഞാൻ നടത്താൻ പോകുന്ന ഒരു ഒബ്സർവേഷൻ പോലെ തന്നെ ഒരു എക്സ്പെരിമെന്റ് എന്ന് പറയുന്നതാണ് ഞാൻ നടത്തുന്നതെങ്കിൽ അതിൻ്റെ ഭാഗമായി ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളതാകുന്ന ഒരു ക്വാണ്ടിറ്റി ഓഫ് മാറ്ററിനെയോ അല്ലെങ്കിൽ ഒരു ഭാഗം, ഒരു സ്പേസ്, അതിനെയോ എനിക്ക് എന്തെന്ന് വിളിക്കാം? ഒരു സിസ്റ്റം എന്ന് വിളിക്കാം. ഒരു തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് വിളിക്കാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? അതായത് എനിക്കൊരു സ്റ്റഡി നടത്താൻ വേണ്ടി ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ള, ഒരു ഒബ്സർവേഷൻ നടത്താൻ വേണ്ടി ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ള ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ അല്ലെങ്കിൽ റീജിയൺ ഓഫ് സ്പേസ് എന്ന് പറയുന്നവനെ എനിക്ക് എന്തെന്ന് വിളിക്കാടാ? ഒരു സിസ്റ്റം എന്ന് വിളിക്കാം. എന്ത് സിസ്റ്റം? തെർമോഡൈനാമിക് സിസ്റ്റം. അപ്പൊ എന്താ പറയാ? ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ഓർ റീജിയൺ ഓഫ് സ്പേസ് എന്താ? വിച്ച് ഇസ് ടേക്കൺ ഫോർ കൺസിഡറേഷൻ ഓർ ഒബ്സർവേഷൻ, അതിനെ വിളിക്കുന്ന പേരാ എന്തെന്ന് പറയുന്നത്? തെർമോഡൈനാമിക് സിസ്റ്റം. ഇനി ഞാൻ ഈ പറയുന്ന തെർമോഡൈനാമിക് സിസ്റ്റം ഇതാണ് എന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഈ പറയുന്ന തെർമോഡൈനാമിക് സിസ്റ്റത്തിന്റെ ഞാൻ ഒരു ഔട്ടർ മോസ്റ്റ് ഒരു 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 ഔട്ടർ മോസ്റ്റ് ആകുന്ന ഭാഗം എവിടെ വരെ ഉണ്ട് എന്ന് ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ ആണോ? നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എവിടെ മുതൽ എവിടെ വരെയുള്ളതാകുന്നത് വരെയുള്ള ആളുകളെയാണ് എന്ന് ഞാൻ അവിടെ മാർക്ക് ചെയ്തു. അങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ ആ ഒരു 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 കവറേജ് കിട്ടുന്നില്ലേ? അതിനെയാണ് അതിന്റെ എന്തെന്ന് വിളിക്കുന്നത്? ബൗണ്ടറി എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കും? ബൗണ്ടറി. പഠിക്കണം കേട്ടോ. വാട്ട് ഈസ് ബൗണ്ടറി? നമ്മൾ കൺസിഡർ ചെയ്യുന്നതായ സിസ്റ്റം എവിടം വരെയാണോ ഉള്ളത് അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്ന? ബൗണ്ടറി. അതിന് കുറച്ചുകൂടെ ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സിസ്റ്റം ഈസ് സെപ്പറേറ്റഡ്. System is separated from its surroundings by means of a boundary. By means of a boundary.
ഓക്കെ ആണോ? എന്താ പറഞ്ഞേ? എടാ സിസ്റ്റം ആകുന്ന ആളാണ് ഇത്. ഇവന്റെ വെളിഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് സറൗണ്ടിങ്സ് എന്നാ. ചുറ്റുപാട് എന്നാ വിളിക്കുന്നത്. സിസ്റ്റം ആകുന്നവൻ എന്തോ അവനൊഴികെ അവനല്ലാതെ അവന് വെളിയിലുള്ള ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് സറൗണ്ടിങ്സ്. അപ്പോ സിസ്റ്റത്തെയും ദാ ഈ പറയുന്ന സറൗണ്ടിങ്സിനെയും വേർതിരിക്കുന്നവൻ കണ്ടോ? സിസ്റ്റത്തിനെയും സറൗണ്ടിങ്സിനെയും വേർതിരിക്കുന്നവൻ കണ്ടോ? വേർതിരിക്കുന്നവൻ സെപ്പറേറ്റ്സ് കണ്ടോ? സെപ്പറേറ്റ് ചെയ്യുന്നവൻ ആരെയൊക്കെ? സറൗണ്ടിങ്സിനെ എവിടെ നിന്ന്? സിസ്റ്റവുമായിട്ട് വേർതിരിക്കുന്നവൻ. ആ വേർതിരിവ് എന്ന് പറയുന്നത് ആരിലൂടെ സംഭവിക്കുന്നു? അതാണ് ബൗണ്ടറി. ആ വേർതിരിവ് എന്ന് പറയുന്നത് ആരിലൂടെ സംഭവിക്കുന്നു? അവനെ വിളിക്കുന്ന പേരാണ് ബൗണ്ടറി. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറയണമേ. ഓക്കെ ആണോ? ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? പറഞ്ഞോടാ. എന്തെങ്കിലും ആകുന്ന ഡൗട്ടുകൾ ഉണ്ടോ? ഇല്ല എന്നാണെങ്കിൽ ഒരു കമന്റ് ഞാൻ പ്രതീക്ഷിക്കും. മക്കളെ ഒത്തിരി കാര്യങ്ങളൊന്നും ഞാൻ പഠിപ്പിക്കുന്നില്ല. ഇതിന്റെ എല്ലാം ഒരു ബേസിക്സ് എന്താണോ അതുവഴി നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുക മാത്രമാണ് എന്റെ ലക്ഷ്യം. മക്കളെ ഗൗതം ഒന്ന് കമന്റ് ചെയ്തേടാ. അക്ഷയ് മക്കളെ ഒന്ന് കമന്റ് ചെയ്തേടാ. ഓക്കെ ആണോ കാര്യങ്ങളൊക്കെ? ആണെങ്കിൽ ഓക്കെ ആണ് എന്നൊന്ന് ടൈപ്പ് ചെയ്യോ. ഓക്കെ ആണ് എന്നൊന്ന് ടൈപ്പ് ചെയ്തു. എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് വ്യക്തമാകുന്ന വണ്ണം ധാരണയുണ്ട് എന്നാണെങ്കിൽ ഓക്കെ ആണ് എന്നൊന്ന് ടൈപ്പ് ചെയ്തു. അക്ഷയ് മക്കളെ ഗൗതം ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഇനി അങ്ങനെയാകുന്ന ഈ ഒരു സംവിധാനത്തിനകത്തേക്ക് വരുമ്പോൾ എന്താണ് സിസ്റ്റം എന്ന് മനസ്സിലാക്കുന്നു, എന്താണ് ബൗണ്ടറി എന്ന് മനസ്സിലാക്കുന്നു. അവിടെ നമ്മൾ ഏറ്റവും നല്ലതാകുന്ന വണ്ണം തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യം ഈ പറയുന്ന സിസ്റ്റവും ബൗണ്ടറി എന്ന് പറയുന്ന ആ ആളുകൾക്കിടയിൽ ഈ പറയുന്ന സറൗണ്ടിങ്സ് കൂടി കടന്നു വരുന്നുണ്ടല്ലോ. ഈ സിസ്റ്റത്തിനും സറൗണ്ടിങ്സിനും ഇടയിൽ ഈ ബൗണ്ടറിയുടേതാകുന്ന സാന്നിധ്യം എപ്രകാരമാണോ വരുന്നത് അതിനനുസരിച്ച് നമ്മൾ സിസ്റ്റത്തെ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യും. എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യും? 3 ആയിട്ട്. അതിൽ ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ സിസ്റ്റംസ് എന്നാണ് അതിനെ പറയും. എന്താണെന്ന് അതിനെ പറയുക? ഓപ്പൺ സിസ്റ്റം. രണ്ടാമത്തത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ക്ലോസ്ഡ് സിസ്റ്റം. രണ്ടാമൻ ആരാണ് എന്ന് ചോദിച്ചാൽ എന്തിന്റെ പേരാ? ക്ലോസ്ഡ് സിസ്റ്റം. മൂന്നാമന്റെ പേരാണ് ഐസോലേറ്റഡ് സിസ്റ്റംസ് എന്ന് പറയും. എന്താണടാ മൂന്നാമന്റെ പേര്? ഐസോലേറ്റഡ് സിസ്റ്റം എന്ന് പറയാം. ഓക്കെ. ഓക്കെ ആണോ? അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞു ഓപ്പൺ സിസ്റ്റം. രണ്ടാമത് നമ്മൾ പറഞ്ഞു ക്ലോസ്ഡ് സിസ്റ്റം. മൂന്നാമത് നമ്മൾ പറഞ്ഞു ഐസൊലേറ്റഡ് സിസ്റ്റം. ഇങ്ങനെ 3 ടൈപ്പ് ആകുന്ന രീതിയിലാണ് സിസ്റ്റങ്ങളുള്ളത്. ഓക്കെ ആണോ? ഇവിടെ ഓരോരുത്തരെയായിട്ട് നമുക്കിനി പഠിക്കാം. ഏറ്റവും ആദ്യം ഞാനിപ്പോ ക്ലോസ്ഡ് സിസ്റ്റം പറഞ്ഞു എന്ന് വിചാരിക്കും. ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നായിട്ട് പറഞ്ഞു വരാം. ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്ഡ് സിസ്റ്റം എന്നാണ് പറയുന്നതെങ്കിൽ മനസ്സിലാക്കിക്കോ. ക്ലോസ്ഡ് സിസ്റ്റം എന്നാണ് പറയുന്നതെങ്കിൽ മനസ്സിലാക്കിക്കോ. എനർജി എന്ന് പറയുന്ന ആൾക്ക് ക്രോസസ് ബൗണ്ടറി. എനർജി എന്ന് പറയുന്ന ആൾ ബൗണ്ടറി ക്രോസ് ചെയ്യും. മാസ് എന്ന് പറയുന്ന ഒരാളുണ്ട്. മാസ് ഡു നോട്ട്. മാസ് ഡു നോട്ട്. ഓക്കെ ആണ്. മാസ് എന്ന് പറയുന്നത് ഡു നോട്ട്. മാസ് എന്ത് ചെയ്യുന്നില്ല? അങ്ങനെ അവിടെ ഒരു ബൗണ്ടറി ക്രോസിങ് നടത്തുന്നില്ല. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ നല്ല തിളച്ചൊരു വെള്ളം ഒരു കലത്തിനകത്താക്കി. നല്ല തിളച്ചതാകുന്ന വെള്ളം ഞാനൊരു കലത്തിനകത്താക്കി എന്ന് വിചാരിക്കും. ഈ കലം എന്ന് പറയുന്ന സാധനത്തിനെ ഞാൻ എന്ത് ചെയ്തു? അടുപ്പിൽ നിന്ന് ഇറക്കി ഞാൻ വേറെ ഏതെങ്കിലും ആകുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി മാറ്റി വെച്ചു എന്ന് വിചാരിക്കും. ഈ കലത്തിനകത്ത് അത്യാവശ്യം നല്ലതാകുന്ന ലെവലിൽ വെള്ളം തിളപ്പിച്ച് വെച്ചേക്കുവാന്ന് വിചാരിക്കും. ഞാൻ ഈ പറയുന്ന സാധനത്തിന്റെ അടുത്തെവിടെങ്കിലും പോയി നിന്നാ എനിക്ക് ആ ഒരു ചൂട് ഫീൽ ചെയ്യാൻ പറ്റും. ശരിയല്ലേ? എടാ ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ ഈ അടുപ്പ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ അടച്ചു വെച്ചേക്കാണ്. ഒരു അടപ്പിട്ട് അടച്ചു വെച്ചേക്കാണ്. പാത്രത്തിനെ ഒരു അടപ്പിട്ട് അടച്ചു വെച്ചേക്കുക. അപ്പോ ഈ അടപ്പ് അടച്ചു വെച്ചേക്കുന്നത് കൊണ്ട് ഇവിടെ മാസ് എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യില്ല? ഇവിടെ നിന്ന് പുറത്തേക്ക് വരില്ല. പക്ഷേ ഇതിന്റെ അടുത്ത് എവിടെയെങ്കിലും പോയി നിന്നാൽ എനിക്ക് നല്ലതുപോലെ ചൂടടിക്കുന്നത് പോലെ ഫീൽ ചെയ്യും. എനിക്ക് ചൂടടിക്കുന്നത് പോലെ ഫീൽ ചെയ്യും. ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കേ. ഇവിടെ ഇവിടെ അടുപ്പിൽ നിന്ന് ഇറക്കി ഞാനൊരു പാത്രത്തിന്റെ മുകളിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ആകുന്ന ഒരു സ്ഥലത്തിന് മുകളിലേക്കോ ഞാൻ ഇവനെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ സൈഡ് വശത്ത് ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി പോയി നിന്ന് കഴിഞ്ഞാൽ
എനിക്ക് എന്തനുഭവപ്പെടും മക്കളെ? ആ ചൂട് അനുഭവപ്പെടും. ശരിയല്ലേ? പക്ഷേ ചൂട് വെള്ളം എൻ്റെ ദേഹത്ത് വന്ന് വീഴുന്നില്ലല്ലോ. ചൂടാണ് അനുഭവപ്പെടുന്നത്. ചൂട് വെള്ളമല്ല അനുഭവപ്പെടുന്നത്. ചൂട് അനുഭവപ്പെടും. ഇവിടെ ഒരു പാത്രത്തിനകത്ത് വെച്ചിരിക്കുന്ന ഈ പറയുന്ന സാധനത്തിനെ അടപ്പിട്ട് അടച്ചിരിക്കുക. അതായത് ഈ കലമെന്ന് പറയുന്നവൻ ഒരു സിസ്റ്റമായി പരിഗണിക്കുന്നു എങ്കിൽ, മക്കളെ, കലമെന്ന് പറയുന്നവനെ ഒരു സിസ്റ്റമായി പരിഗണിക്കുന്നുവെങ്കിൽ, ആ സിസ്റ്റത്തെ പൂർണ്ണമായും ഈ അടപ്പ് ഉപയോഗിച്ച് അടച്ചു വെച്ചേക്കുന്നു എന്നല്ലേ മനസ്സിലാക്കണ്ടേ? അങ്ങനെയാകുന്ന സിസ്റ്റം എന്ത് സിസ്റ്റമാ? ക്ലോസ്ഡ് സിസ്റ്റമാണ്. കണ്ടോ? ആ ക്ലോസ്ഡ് സിസ്റ്റത്തിനകത്ത് നിന്ന് എനിക്ക് അനുഭവപ്പെട്ടത് ചൂട് മാത്രം, ഹീറ്റ് മാത്രമാണ്. ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫോം ഓഫ് എനർജി. ഹീറ്റ് എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് എനർജി. ഈ കലത്തിൻ്റെതാകുന്ന ആ പുറം ചട്ടയും കടന്ന് ചൂടെന്ന് പറയുന്നവൻ വെളിയിലേക്ക് വന്നു. എനർജി ക്രോസസ് ദ ബൗണ്ടറി. പക്ഷെ അവിടെ ചൂട് വെള്ളം കിട്ടുമോ എനിക്ക് വെളിയിൽ? ഈ അടപ്പിട്ട് അടച്ചിട്ട് വെളിയിൽ നിന്ന ചൂട് വെള്ളമല്ലല്ലോ എൻ്റെ മേത്ത് വന്ന് തട്ടുന്നത്. എനർജി മാത്രമാണ്. സോ മാസ് ഡു നോട്ട് ബട്ട് എനർജി ക്രോസസ് ദ ബൗണ്ടറി. അങ്ങനെയുള്ളതാകുന്ന സിസ്റ്റങ്ങളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പറഞ്ഞു. അവിടെ എനർജി എന്ന് പറയുന്നത് ക്രോസസ് ദ ബൗണ്ടറി, ബട്ട് ആര് ക്രോസ് ചെയ്യില്ല? എനർജി ക്രോസസ് ദ ബൗണ്ടറി ബട്ട് മാസ് ഡു നോട്ട്. മാസ് എന്ന് പറയുന്നവൻ ക്രോസ് ആകില്ല. ഓക്കെ ആണോ? ഇനി അടുത്തത് എന്താ? ഇനി ഞാനൊരു കാര്യം പറയുന്നത് ശ്രദ്ധിക്കണേ. ഓപ്പൺ സിസ്റ്റംസ് എന്ന് പറയുന്ന ഒരാളുണ്ട്. ഓപ്പൺ സിസ്റ്റംസ്. ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആവി പിടിക്കുന്ന കാര്യം ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ ആവി പിടിക്കൂലേ? പനിയൊക്കെ വരുമ്പോൾ ആവി പിടിക്കത്തില്ലേ? ആവി പിടിക്കത്തില്ലേ? ആവി. ഈ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എന്താണ് അവിടെ ആവി പിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? നേരത്തെ പോലെ തന്നെ ഒരു കലം അങ്ങോട്ട് എടുക്കും. ഈ കലം എന്ന് പറയുന്ന സാധനത്തിനെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? തുറന്നാണ് വെച്ചിരിക്കുന്നത്. ഈ കലം എന്ന് പറയുന്നവനെ ഞാൻ എന്താ ചെയ്തിട്ടുള്ളത്? തുറന്നാണ് വെച്ചിട്ടുള്ളത്. ഇതിനകത്ത് നല്ലതാകുന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്യും? വെള്ളം നല്ലതുപോലെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ തിളപ്പിച്ച് വെച്ചിരിക്കുന്നതായ വെള്ളത്തിനെ ഞാൻ അവിടെ നിന്ന് എടുത്തു മാറ്റി ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചു. ഇതിന്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് തുറന്നു വെച്ചിരിക്കുന്നത് കൊണ്ട് നമ്മളുടെ മുഖം അതിന്റെ മുകളിലേക്ക് കൊണ്ടുപോയി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുത്താൽ അതിനകത്തു നിന്നുള്ളതാകുന്ന എനർജി കാര്യമായിട്ടുള്ളതാകുന്ന നീരാവി അല്ലെങ്കിൽ വാട്ടർ വേപ്പർ ആകുന്ന ആളുകൾ മോളിക്യൂൾസ് ഓഫ് വാട്ടറുകൾ വളരെ വേഗത്തിൽ നമ്മുടെ മുഖത്തേക്ക് വന്ന് ഇടിക്കും. ശരിയല്ലേ? കുറെ നേരം കഴിഞ്ഞ് മുഖം മാറ്റി നോക്കുമ്പോൾ നമ്മുടെ മുഖത്ത് വെള്ളത്തുള്ളികൾ ഇരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഓക്കെ ആണോ? അപ്പോ വെള്ളം എന്ന് പറയുന്നത് അവിടെ ചൂടാകുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നിട്ട് സിസ്റ്റം ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണെങ്കിൽ വാട്ടർ വേപ്പർ ആകുകയും അവിടെ നിന്നുള്ള വാട്ടർ മോളിക്യൂൾസുകൾ ഹൈ വെലോസിറ്റിയിൽ പുറത്തേക്ക് ഓടിപ്പോവുകയും ചെയ്യുന്നുണ്ട്. അത് പുറത്തേക്ക് ഓടിപ്പോകുന്നു എന്നാ പറഞ്ഞത്. അവിടെ ക്രോസസ് ദ ബൗണ്ടറി. എന്താണ് പറഞ്ഞത്? അവിടെ ക്രോസസ് ദ ബൗണ്ടറി. ആരൊക്കെ? എനർജിയും ക്രോസ് ചെയ്യുന്നുണ്ട് ആൻഡ് ആരും ക്രോസ് ചെയ്യുന്നുണ്ട്? മാസ് ക്രോസസ് ദ ബൗണ്ടറി. രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്? ക്രോസ് ചെയ്യുന്നുണ്ട്. ബൗണ്ടറി ക്രോസ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്? ക്രോസസ് ദെയർ ബൗണ്ടറീസ്. ഓക്കെ ആണോ? അവിടെ രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ക്രോസസ് ദെയർ ബൗണ്ടറീസ്. ഓക്കെ ആണോ? ഇനി അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തതാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്ത്? എന്താണ് ഈ ഐസൊലേറ്റഡ് സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ? ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എടാ, അവിടെ സിസ്റ്റം ഈസ് എൻറ്റയർലി സെപ്പറേറ്റഡ് ഫ്രം ദ സറൗണ്ടിങ്സ്. സിസ്റ്റം എന്ന് പറയുന്ന ആൾക്കും ഈ പറയുന്ന സറൗണ്ടിങ്സ് എന്ന് പറയുന്ന ആൾക്കും ഇടയിൽ യാതൊരു വിധമാകുന്ന ബന്ധവുമില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. തെർമൽ ഫ്ലാസ്ക് കണ്ടിട്ടുണ്ടോ? തെർമൽ ഫ്ലാസ്ക് കണ്ടിട്ടുണ്ടോ? ഇതിനകത്തേക്ക് നമ്മളൊരു ചൂട് ചായ നിറച്ചു വെച്ചാലും രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും ആ ചൂട് അവന് നിലനിർത്താൻ പറ്റും. കാര്യം എന്താ? ചൂടെന്ന് പറയുന്ന സാധനം, ഹീറ്റ് എന്ന് പറയുന്ന സാധനത്തിന് എസ്കേപ്പ് ചെയ്ത് പോകുവാനുള്ളതാകുന്ന സറൗണ്ടിങ്സുമായുള്ള ബന്ധം ഈ ഒരു തെർമൽ ഫ്ലാസ്കിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്. ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ കണക്ഷൻ ബിറ്റ്വീൻ ആരൊക്കെ? സറൗണ്ടിങ്സ് ആൻഡ് ദ സിസ്റ്റം. ദർ ഇസ് നോ കണക്ഷൻ ബിറ്റ്വീൻ എന്താണ്? ദർ ഇസ് നോ കണക്ഷൻ ബിറ്റ്വീൻ എന്ത്? ദർ ഇസ് നോ കണക്ഷൻ ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് ദ സറൗണ്ടിങ്സ്. അങ്ങനെ സിസ്റ്റത്തിനും സറൗണ്ടിങ്സിനും ഇടയിൽ യാതൊരു ബന്ധവും ഇല്ലാത്തത് കൊണ്ട് മാസ് എന്ന് പറയുന്ന ആളിനും എനർജി എന്ന് പറയുന്ന ആളിനും ഒരു കാരണവശാലും സിസ്റ്റത്തിനകത്ത് നിന്ന് പുറത്തേക്ക് പോകാൻ സാധിക്കില്ല. അതുകൊണ്ടാ ചൂട് അവിടെ നിലനിൽക്കുന്നത്. മനസ്സിലാവുമോ? എടാ, ചൂട് എന്തുകൊണ്ട് ആ ഒരു വസ്തുവിനകത്ത് അത്രമേൽ സമയം നിലനിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ചൂടിന് ആ ഒരു സിസ്റ്റത്തിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകാൻ സാധിക്കണം. പുറത്തേക്ക് ഇറങ്ങി പോകാനുള്ളതായ സകലമാന ബന്ധങ്ങളും
വിച്ഛേദിച്ച് കിടക്കുകയാണ്. അവിടെ സറൗണ്ടിങ്സുമായിട്ട് യാതൊരു വിധത്തിലും ഒരു കോണ്ടാക്ട് ഉണ്ടാക്കാൻ പറ്റാത്ത വിധം എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ ഒരു സിസ്റ്റത്തെ ഐസൊലേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അതുകൊണ്ട് ആ ചൂട് ആ സിസ്റ്റത്തിന്റെ അകത്ത് തന്നെ നിലനിൽക്കും. അതുകൊണ്ട് നമ്മൾ ആ കാസറോളിനകത്തോ തെർമൽ ഫ്ലാസ്കിനകത്തോ എന്തെങ്കിലും ഒരു സാധനം നിറച്ചു വെച്ചാൽ ചൂട് അതേപടി തന്നെ നിലനിൽക്കും എത്ര നേരം വേണമെങ്കിലും. ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്നാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. നമ്മൾ വേണ്ട കാര്യങ്ങളെ മാത്രമേ പഠിക്കുന്നുള്ളൂ. കൃത്യമാകുന്ന വണ്ണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേടാ. പറഞ്ഞേ പറഞ്ഞേ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നു എന്നാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. മക്കളെ, അപ്പോൾ ഒരു തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ മക്കളെ മനസ്സിലായെങ്കിൽ ദയവ് ഇതൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. എത്ര പേരാണെങ്കിലും കുഴപ്പമില്ല. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് എല്ലാവർക്കും ഒരു പ്രോപ്പർ ആകുന്ന ധാരണ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നത് മാത്രം അറിഞ്ഞാൽ മതി. നിങ്ങൾ ഞാൻ ക്ലാസ് എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഏതാ? നിയമങ്ങളുടെ ക്ലാസ് എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാനെന്ന് പറയുന്ന വ്യക്തി ആദ്യമായിട്ടാണ് ഈ പറയുന്ന നിങ്ങളെ ക്ലാസ് എടുക്കാനെന്ന വണ്ണം ഈ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് മറ്റൊരു വിഷയത്തിനകത്ത് നിന്ന് നിങ്ങളിലേക്ക് ക്ലാസ് എത്തിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ആകുന്ന രീതിയിൽ ഓരോ വിഷയവും ക്യാച്ചപ്പ് ആകുന്നുണ്ട് എന്ന് അറിഞ്ഞാലേ നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ടേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ എത്രത്തോളം വണ്ണം കൂടെ നിൽക്കുന്നുണ്ടോ അത്രത്തോളം ശക്തമാകുന്ന രീതിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ എഴുതാൻ പോകുന്ന AMVI പരീക്ഷ എന്ന് പറയുന്നത് ചെറുതാകുന്നതായ ഒരു പരിപാടിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ ഒരുപാട് പേര് എഴുതുന്ന പരീക്ഷ അല്ലാത്തത് കൊണ്ട്, ഒരുപാട് 1,00,000 മുകളിലുള്ള ആളുകൾ എഴുതുന്ന പരീക്ഷ ഒന്നും അല്ലാത്തത് കൊണ്ട് അവിടെ പൊതുവെ കോമ്പറ്റീഷൻസ് കുറവാണ്. അങ്ങനെ കോമ്പറ്റീഷൻ കുറവാണെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? കോമ്പറ്റീഷൻ കുറവാണെങ്കിൽ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ചെയ്യുന്നതാകുന്ന ജോലി നല്ലതുപോലെ ചെയ്യുന്നുണ്ടോ? പഠിക്കേണ്ടതാകുന്ന കാര്യം നല്ലതുപോലെ പഠിക്കുന്നുണ്ടോ? ക്ലാരിറ്റി കൊണ്ടുവരുന്നുണ്ടോ? 100 ചോദ്യത്തിനകത്തെ ഒരു 2ഓ 3ഓ ചോദ്യം അറിയില്ല എന്നതിൽ തെറ്റില്ല. പക്ഷേ അറിയാവുന്ന ചോദ്യങ്ങളെ തെറ്റിക്കാൻ പാടില്ല. അറിയാവുന്നതായ ചോദ്യങ്ങളിലൂടെ നേടിയെടുത്ത മാർക്കിനെ ഇല്ലാതാക്കും നിങ്ങളുടേതാകുന്ന അറിവില്ലായ്മ കൊണ്ട് പറ്റുന്നതാകുന്ന ഓരോ കാര്യങ്ങളും. ഓക്കെ ആണോ? ആ ഒരു സംഭവം ഇവിടെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരമാവധിയാകുന്ന വണ്ണം ക്ലാസ്സിനെ പെല്ലെ നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ നിങ്ങളും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ കാര്യമാകുന്ന രീതിയിൽ മുന്നോട്ട് പോകാം. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ? തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു ഒബ്സർവേഷൻ ആകുന്ന വണ്ണം അല്ലെങ്കിൽ എൻ്റേതാകുന്ന ഒരു അനാലിസിസിന് എന്ന വണ്ണം ഞാൻ കൺസിഡർ ചെയ്തതാകുന്ന ഒരു പാർട്ട് ഓഫ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു മാസ് ഓഫ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ. ഓക്കെ ആണോ? അല്ലെങ്കിൽ സിസ്റ്റവും സറൗണ്ടിങ്സും ഉണ്ട്. അല്ലെങ്കിൽ ഈ റീജിയൻ ഓഫ് സ്പേസ് വേർ ഒരു സിസ്റ്റവും സറൗണ്ടിങ്സും ഉണ്ട്. ഒരു സ്പേസ് ആണിത്. ആ സ്പേസ് ആകുന്ന സാധനത്തെയും എനിക്ക് എന്തെന്ന് തന്നെ വിളിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. അവനെയും എനിക്ക് ഈ പറയുന്ന സിസ്റ്റം എന്ന് വിളിക്കാം. അങ്ങനെയാകുന്ന സിസ്റ്റത്തിന് ഒരു ബൗണ്ടറി ഉണ്ട്. ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ആരാ? ഒരു സിസ്റ്റവും സറൗണ്ടിങ്സുമായിട്ട് യാതൊരു വിധത്തിലും എന്തില്ല കണക്ഷൻസ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അവരുടെ ഇടയിൽ ഓവർലാപ്പിംഗ് നടക്കുന്നില്ല. ദേ ആർ സെപ്പറേറ്റഡ് ബൈ മീൻസ് ഓഫ് എ ബൗണ്ടറി. ഒരു സിസ്റ്റത്തെ ആരാണോ സറൗണ്ടിങ്സിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്നത്, സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്നത്, അവനെ വിളിക്കുന്ന പേരാണ് ബൗണ്ടറി എന്ന് നമ്മൾ മനസ്സിലാക്കാം. അങ്ങനെയാകുന്ന സിസ്റ്റത്തിനും സറൗണ്ടിങ്സിനും ഇടയിലുള്ളതാകുന്ന ആ ബൗണ്ടറിയും കൂടെ ചേർത്ത് വരുന്നതാകുന്ന ഒരു സംവിധാനത്തിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കുന്നു 3 തരത്തിൽ. ക്ലോസ്ഡ് സിസ്റ്റം എന്നും ഓപ്പൺ സിസ്റ്റം എന്നും ഐസൊലേറ്റഡ് സിസ്റ്റം എന്നും 3 പേരുകൾ അങ്ങനെ ഉണ്ടാവും. എന്താ ഇതൊക്കെയെന്ന് ചോദിച്ചാൽ, ക്ലോസ്ഡ് സിസ്റ്റത്തിനകത്ത് മാസ് എന്ന് പറയുന്ന സാധനത്തിന് പുറത്തേക്ക് എന്ന് പറയുന്ന വണ്ണം വരേണ്ടതില്ല അവിടെ. എന്നാൽ എനർജി എന്ന് പറയുന്നത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ക്രോസ് ചെയ്യുന്നുണ്ട്. മാസ് ഡു നോട്ട് ക്രോസസ്. ഓപ്പൺ സിസ്റ്റം എന്നാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ 2 പേരും പുറത്തേക്ക് വരും. അതായത് പാത്രത്തിന് അടപ്പിട്ട് അടയ്ക്കണ്ട, അടപ്പ് തുറന്നു വെച്ച് ഒരു ഓപ്പൺ ആകുന്ന രീതിയിൽ സ്റ്റൗവിനകത്തൊരു വെള്ളം തിളപ്പിച്ചാൽ മതി. അടുപ്പിൽ വെച്ച് ഒരു സാധനം ഒന്ന് തിളപ്പിച്ചാൽ മതി. വെള്ളം തിളപ്പിച്ചാൽ മതി. തിളച്ച് വെള്ളം മൊത്തം കുറേ സമയം കഴിയുമ്പോൾ തിളച്ച് നമുക്ക് കാണാൻ പറ്റും പാത്രം കാലിയായിട്ടിരിക്കും. വെള്ളത്തെ പിന്നെ കാണാൻ പറ്റത്തില്ല. കാര്യം എന്താ? വെള്ളം എന്ത് ചെയ്തു? നീരാവിയായിട്ട് പോയി. വെള്ളം എന്ന് പറഞ്ഞ ഒരു മാസുള്ള കാര്യമാണ്, ഒരു മാസുള്ള സാധനമാണ്. ഇത് ചൂടാക്കുമ്പോൾ ഇവൻ എസ്കേപ്പ് ചെയ്ത് പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ നിന്ന് എനർജിയും പുറത്തേക്ക് പോയിട്ടുണ്ട്, മാസും പുറത്തേക്ക് പോയിട്ടുണ്ട്. മീൻസ് മെറ്റീരിയൽ തന്നെ പുറത്തേക്ക് പോകുന്നുണ്ട്, മാസ് പുറത്തേക്ക് പോകുന്നുണ്ട്, അതുപോലെ എനർജിയും പുറത്തേക്ക് പോകുന്നുണ്ട്. ഓക്കെ ആണോ? ഇനി ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തെർമൽ ഫ്ലാസ്കിന്റെ കാര്യം ആലോചിച്ചാൽ മതി. ഒരു കാരണവശാലും സറൗണ്ടിങ്സുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാകത്തക്ക വിധത്തിലല്ല അവിടെ ആ സിസ്റ്റം നിലകൊള്ളുന്നത്. ദേ ആർ കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ബൈ മീൻസ് ഓഫ് സംതിങ്. എന്തോ ഒരു സാധനം ഉപയോഗിച്ച് സിസ്റ്റത്തിനെയും സറൗണ്ടിങ്സിനും ഇടയിലുള്ള ബന്ധത്തെ ഇല്ലാതാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെർമൽ ഫ്ലാസ്ക് പോലെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആ സിസ്റ്റത്തിന്റെ അകത്ത് നിൽക്കേണ്ട ചൂട് ഒരിക്കലും പുറത്തേക്ക് പോകത്തില്ല. പുറത്തേക്ക് പോകാൻ സ്ഥലമില്ല.
അതിൻ്റെ അകത്ത് തന്നെ നല്ല രീതിയിൽ ആ ചൂട് കെട്ടി നിൽക്കും. വൈകുന്നേരമായാലും ആ എന്താണ് നമ്മൾ ഉണ്ടാക്കി വെച്ച സാധനത്തിന്റെ ചൂട് മിസ്സാവത്തില്ല. അതാ ഞാൻ പറഞ്ഞത് അവിടെ മാസ് ആൻഡ് ഓൾസോ എനർജി ദേ കാൺ ബി ലൂസൺ ഔട്ട് ഓഫ് ദ സിസ്റ്റം. ഓക്കെയാണ്. അവരെ ഒരിക്കലും ആ സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് എന്താണ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കേടാ. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്തത് എന്ന് പറയുന്നത് ഇപ്പൊ എന്താ പറയാ, ഇപ്പോ ഒരു പ്രോപ്പർട്ടി എന്ന് പറയണം. ഒരു പ്രോപ്പർട്ടി നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ആദ്യം എന്താണ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു തരാം. അതിനുശേഷം ആ പ്രോപ്പർട്ടികളാകുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് പറഞ്ഞു തരാം. ഇപ്പോ ഞാൻ പറയുകയാണ്, ഒരു സിസ്റ്റം ഒരു ഇക്വിലിബ്രിയത്തിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ ആണോ? ഒരു സിസ്റ്റം ഇപ്പൊ ഇക്വിലിബ്രിയത്തിലാണ്. ആ ഇക്വിലിബ്രിയത്തിൽ എത്തി നിൽക്കുന്ന സമയത്തുള്ള ക്യാരക്ടർ എന്ന് പറയുന്നതിനെയാണ് എന്താണടാ ക്യാരക്ടർ. ക്യാരക്ടർ എന്ത് ക്യാരക്ടർ? ക്യാരക്ടർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാലും മതി. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാലും മതി. ഓക്കെ ആണോ? ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാലും മതി. ക്യാരക്ടറിസ്റ്റിക്സ് അറ്റ് ഇക്വിലിബ്രിയം. ഇതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്തെന്ന് പറയുന്നത്? ക്യാരക്ടറിസ്റ്റിക്സ് അറ്റ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം ആകുന്ന അവസ്ഥയിൽ ശ്രദ്ധിക്കണേ, ഇക്വിലിബ്രിയം ആകുന്ന അവസ്ഥയിൽ അവിടെ ഒരു മെറ്റീരിയൽ എന്താകുന്ന ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്നുണ്ടോ അത് എന്ന് വിളിക്കാം. ഓക്കെ ആണോ? ഒരു വസ്തു ഒരു ഇക്വിലിബ്രിയം ആകുന്ന കണ്ടീഷനിൽ വന്നെത്തുമ്പോൾ അവൻ എന്താകുന്ന എന്താകുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണോ ആ സമയത്ത് കാണിക്കുന്നത്, അതിനെ ആ ടൈമിലുള്ള അവന്റെ പ്രോപ്പർട്ടി എന്ന് വിളിക്കാം. ഓക്കെ ആണോ? പ്രോപ്പർട്ടീസ് ജനറലി 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെ ടൈപ്പാന്ന് നോക്കേ. ഒന്ന് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. എന്താണ്ട എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. 2 എന്ന് പറയുന്നത് ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയും. ഇന്റൻസീവ് നമുക്ക് ഇതുകൂടെ പഠിച്ചാൽ മതി കേട്ടോ. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണ് ഒരാൾ, മറ്റൊരാളിനെ നമ്മൾ വിളിക്കും എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയും. ഇന്റൻസീവും മറ്റേയാളിനെ നമ്മൾ എക്സ്റ്റെൻസീവ് എന്നും പറയും. ഓക്കെ ആണോ? ഇവിടെ എക്സ്റ്റെൻസീവ് എന്ന് പറയുന്നവൻ എന്താണ്, ഇന്റൻസീവ് എന്താണെന്നും പഠിക്കണം. ഇതുകൂടെ പഠിച്ചാൽ ഇന്നത്തേക്ക് നിർത്താം. എക്സ്റ്റെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരീസ് വിത്ത് എന്താണടാ മാസ്. വേരീസ് വിത്ത് മാസ്. എന്താണ് വേരീസ് വിത്ത് മാസ് ഓഫ് ദ സിസ്റ്റം. ഞാൻ കൺസിഡർ ചെയ്യുന്നതായ സിസ്റ്റത്തിന്റെ മാസിനകത്ത് വേരിയേഷൻസ് വന്നാൽ ഏതൊക്കെയാകുന്ന ക്യാരക്ടറിസ്റ്റിക്സിനകത്താണോ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് അവിടെ ഡയറക്റ്റ്ലി വേരിയിങ് ആണ് കേട്ടോ. ഡയറക്റ്റ്ലി വേരിയിങ്. അവിടെ ഇൻഡയറക്റ്റ് വേരിയേഷൻ അല്ല, ഡയറക്റ്റ് വേരിയേഷൻ ആണ്. അതായത് എന്തെങ്കിലും ഒരു മാറ്റം അവിടെ വന്നു കഴിഞ്ഞാൽ മതി. ഡയറക്റ്റ്ലി വെൻ ഇറ്റ് കംസ് ടു എ ചേഞ്ച് ഇൻ മാസ് അവിടെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നവൻ, ക്യാരക്ടർ എന്ന് പറയുന്നവൻ മാറും. അങ്ങനെയുള്ള ആളുകളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയും. അതിന്റെ എക്സാമ്പിൾസുകളാണ് മക്കളെ വോളിയം, അതുപോലെ നമുക്ക് പറയാവുന്ന ടോട്ടൽ എനർജി പോലെയുള്ള ആളുകൾ. മാസ് എന്ന് പറയുന്ന ആൾക്ക് വേരിയേഷൻ വന്നാൽ എന്തൊക്കെയാകുന്ന സാധനത്തിൽ മാറ്റം ഉണ്ടാകുമോ ആ പ്രോപ്പർട്ടികളെ എല്ലാം നമുക്ക് വിളിക്കാവുന്ന ഒരു പേരാണ് എന്തെന്ന് പറയുന്നത് മക്കളെ? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്. പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണോ? വേരീസ് ഡയറക്ട്ലി വിത്ത് ദ മാസ് ഓഫ് ദ സിസ്റ്റം. അത്രയേ ഉള്ളൂ. ഓക്കെ ആണോ? ഇനി അടുത്തത് പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. രണ്ടാമത്തത് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ്. ഇന്റൻസീവ് ആണെങ്കിൽ ഇൻഡിപെൻഡന്റ് ആണെന്ന് ആലോചിച്ചാൽ മതി. ഇന്റൻസീവ് ആണെങ്കിൽ ഇൻഡിപെൻഡന്റ് ഓഫ് ആരൊക്കെയാടാ? ഇൻഡിപെൻഡന്റ് ഓഫ് മാസ്. മാസുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ചില ക്യാരക്ടറുകൾ ഉണ്ടല്ലോ. മാസുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഇൻഡിപെൻഡന്റ് ആകുന്ന കുറച്ച് ക്യാരക്ടറുകൾ ഉണ്ടല്ലോ, അവനെയാണ് ഇന്റൻസീവിനകത്ത് വരുന്നത്. ഉദാഹരണത്തിന് ടെമ്പറേച്ചർ, പ്രഷർ പോലെയുള്ള ആളുകൾ. ഓക്കെയാണോ? ഉദാഹരണത്തിന് ടെമ്പറേച്ചർ, പ്രഷർ പോലെയുള്ള ആളുകൾ. ഒന്നുകൂടെ, മാസിനകത്ത് എന്തെങ്കിലും ആകുന്ന ഒരു വേരിയേഷൻ ഉണ്ടായാൽ അത് ഡയറക്റ്റ് ആകുന്ന രീതിയിൽ തന്നെ ആ സിസ്റ്റത്തിനകത്തൊരു മാറ്റം കൊണ്ടുവരുന്നു എങ്കിൽ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സുകൾ ആരൊക്കെയാ? ടോട്ടൽ എനർജി, വോളിയം പോലെയുള്ള ആളുകളാണ്. അവനെ വിളിക്കുന്ന പേരെന്താന്ന? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്. ഇനി നമ്മൾ പറഞ്ഞു എന്താ ഇന്റൻസീവ്.
ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ഓഫ് ദ മാസ്. മാസിനകത്ത് വേരിയേഷൻ ഉണ്ടാകുന്നത് കൊണ്ട് ഈ പറയുന്ന ആളുകൾക്ക് യാതൊരു വിധമായ മാറ്റങ്ങളും ഉണ്ടാകില്ല. അങ്ങനെയുള്ള ആളുകളാണ് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ്. ഫോർ എക്സാമ്പിൾ ടെമ്പറേച്ചർ, പ്രഷർ തുടങ്ങിയ ആളുകൾ. ഓക്കെ ആണോ? ടെമ്പറേച്ചർ, പ്രഷർ തുടങ്ങിയ ആളുകൾ. ഓക്കെ ആണോ? ഇനി ഒരു കാര്യം കൂടെ പഠിക്കണം. അവിടെ നിന്ന് ഒരു കാര്യം കൂടെ മനസ്സിലാക്കാനുണ്ട്. ഇവിടെ മാസ് എന്ന് പറയുന്നതായ ആളിന് വേരിയേഷൻ ഉണ്ടാകിയാൽ പ്രോപ്പർട്ടി മാറും. ഇവിടെ മാസ് എന്ന് പറയുന്ന ആളുമായിട്ട് ഒരു ബന്ധമില്ല എന്നാ പറഞ്ഞു. പക്ഷെ ഇവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കാൻ പറ്റും. എന്താണ് ആ കാര്യം നോക്കണേ. എടാ, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ മാസ് ഈസ് ഈക്വൽ ടു ഇന്റൻസീവ് പ്രോപ്പർട്ടി. അതായത് ഉദ്ദേശിക്കുന്നത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി പെർ യൂണിറ്റ് മാസിനെ വിളിക്കുന്ന പേരാണ് ഇന്റൻസീവ് പ്രോപ്പർട്ടി. ചിലപ്പോൾ പരീക്ഷയ്ക്ക് താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളിൽ ശരി ഏതാണെന്ന് ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ടെങ്കിൽ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി പെർ യൂണിറ്റ് മാസ് ഈസ് കോൾഡ് ആസ് എന്താണെന്നാ പറയണ്ടേ? ഇന്റൻസീവ് പ്രോപ്പർട്ടി. ഓക്കെ ആണോ? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി പെർ യൂണിറ്റ് മാസ് ഈസ് കോൾഡ് ആസ് ഇന്റൻസീവ് പ്രോപ്പർട്ടി. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി പെർ യൂണിറ്റ് മാസ് ഈസ് കോൾഡ് ആസ് ഇന്റൻസീവ് പ്രോപ്പർട്ടി. Extensive property per unit mass is called as an intensive property. Okay ആണോ? Extensive properties per unit mass is called as an intensive property. Okay ആണോ? Extensive property per unit mass is called as an intensive property. ഇതിന്റെ എക്സാമ്പിൾസുകളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇതിന്റെ എക്സാമ്പിൾസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഞാനിവിടെ ആദ്യമായിട്ടൊരു ക്ലാസ് എടുക്കാൻ വന്നതാണ്. നിങ്ങൾക്ക് അതിൻ്റെതാകുന്നതായ ഒരു മാറ്റം നിങ്ങൾക്ക് കൃത്യമാകുന്നവണ്ണം മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് എൻ്റെ കൂടെ കൂടിയാൽ പറ്റും എന്നതാകുന്നൊരു കോൺഫിഡൻസ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒരു കമൻറ്റ് കൂടി ഇട്ടേക്കുക കേട്ടോ. ഞാൻ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുന്നില്ല. ഞാൻ എന്താണോ നമ്മൾ പഠിക്കേണ്ടത് അത് മാത്രം പറഞ്ഞുകൊണ്ടേ ഞാൻ മുന്നോട്ട് പോകുന്നുള്ളൂ. ആവശ്യമില്ലാത്ത ഒന്നും നിങ്ങളിലേക്ക് കൊണ്ടുതരുന്നില്ല. കാര്യം ഇതൊക്കെ ഒരു കോർ ഏരിയാസ് ആണ്. നമ്മൾ പഠിക്കേണ്ട കോർ ഏരിയാസ് ആണ്. ഇവനെ പഠിക്കേണ്ടതാകുന്ന വണ്ണം പഠിച്ചാൽ തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം എളുപ്പമായി കിട്ടും. ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ തന്നെ മുന്നോട്ട് പോയാൽ മാത്രം മതി. നമുക്ക് കൃത്യമാകുന്ന വണ്ണം പഠിച്ച് തന്നെ മുന്നോട്ട് പോയാൽ മതി. ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇന്ന് ഈ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു മക്കളെ. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ ആണോടാ? ആണ്. അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ബൈ.